മോർണിംഗ് വൈബ്സ് തുടരുകയാണ് കൃഷ്ണൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഷിരൂരിലെ തെരച്ചിലിനെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്തായാലും അർജുന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്, കർണാടക മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്. സ്വന്തം നിലയിൽ അവർക്ക് തെരച്ചിൽ നടത്താനുള്ള അനുവാദം നൽകണം എന്നുള്ളതാണ്. മൽപ്പയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിപ്പോഴും കരുതുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ആ മണ്ണിനടി പുഴയ്ക്കടിയിലുള്ള ആ മണ്ണ് നിറഞ്ഞ സ്ഥലത്ത് അവിടെ ലോറി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ വലിയ ആൽമരം അടക്കം അവിടെ ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിയുള്ള പരിശോധന അതും കൂടി നടന്നാലല്ലേ നമുക്ക് അവിടെ പറയാൻ കഴിയുള്ളൂ അർജുൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇനി തിരച്ചിലിനൊരു സാധ്യതയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആവശ്യം വളരെ അവർ പറയുന്ന കാര്യം അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് വ്യക്തമാകുന്നത്, അല്ലെ? തീർച്ചയായും മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനയിൽ ലോറിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അത് കൃത്യമായ റഡാർ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഉള്ള പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ ഈ കൂറ്റിന്റെ ആൽമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോറിയുടെ മുകളിലായി ഉണ്ട്. അതുകൂടാതെ വലിയ തോതിൽ പാറക്കൂട്ടങ്ങളും ചെളിയും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ, അത് ഏറ്റവും പ്രധാനമാണ്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ലോറിക്കരികിലേക്ക് എത്താൻ പറ്റും. ഈശ്വർ മൽപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആ ലോറി ആ രീതിയിൽ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരേ സമയത്ത് ഈ യന്ത്ര സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെ സംഘവും ചേർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അർജുന്റെ അരികിലേക്ക് എത്താൻ പറ്റും, അർജുനെ കണ്ടെത്താൻ പറ്റും. അതിലേറ്റവും പ്രതീക്ഷ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ട് എന്ന ഏറ്റവും ആ തരത്തിലുള്ള രക്ഷാദൌത്യ സംഘങ്ങളുടെ ഒക്കെ പ്രതീക്ഷ അതാണ്. ആ ലോറി കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവും. അതിനൊപ്പം അതിന് സമീപമായുള്ള ആ മരങ്ങളും അതിനെ കൂട്ടങ്ങളൊക്കെ എടുത്തു മാറ്റിയാൽ അവിടെ 3 പേരെയും കണ്ടെത്താൻ കഴിയും അവരെ എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈശ്വർ മൽപ്പയ്ക്ക് കേരള ജനം നൽകുന്ന പിന്തുണ എത്രത്തോളം വലുതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വീഡിയോ ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഒരുപാട് പേരാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചും പ്രശംസിച്ചും ഒക്കെ കമന്റ് ഇടുന്നത്. കാരണം അദ്ദേഹം ഈശ്വര തുല്യനാണെന്ന് പോലും ആളുകൾ പറയുന്നു. അത്രത്തോളം അർജുനെ സ്നേഹിക്കുന്ന, അർജുനെ തിരിച്ചു വരണം, ഈ കുടുംബത്തിന് അവസാനമായ ഒരു നോക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട്. ആ ഈശ്വർ മൽപ്പയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവ് അത് കുടുംബത്തിന് വലിയ പ്രതീക്ഷയാണ്, അവർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരും. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ കുടുംബത്തെ സന്ദർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള വലിയ പിന്തുണ, ആ സർക്കാരിൽ നിന്നുള്ള പിന്തുണ ഒക്കെ ഉണ്ട്. ഇനി വരും സമയങ്ങളിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഒപ്പം ഈ കുടുംബം നേരിട്ട് ഇവരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒക്കെ കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയും വേണ്ടതുണ്ട്. ഒപ്പം ജനപ്രതിനിധിയുടെ ഭാഗത്തും എം കെ രാഘവൻ MP ഒക്കെ ഇതിൽ വലിയ ഇടപെടൽ നടത്തിയതാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മുൻകൈ എടുക്കുന്നത്. KC വേണുഗോപാൽ നേരിട്ട് പലതവണ കുടുംബത്തെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടപെട്ടാണ് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി നിർത്തിവെച്ച തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 30-ാം നാളാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേതായാലും വ്യാഴാഴ്ചയോടെ തുടരുമെന്ന ഒരു കാര്യമാണ് ആ സമയത്ത് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് ഇനി വ്യാഴാഴ്ച തുടരാനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു തീരുമാനം ഇതുവരെ ഇന്നലെ നടന്ന യോഗത്തിൽ ഉൾപ്പെടെ ഇതിൽ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം നിലയിൽ ഒരുപാട് പ്രവർത്തകർ, കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് അർജുനെ തേടാൻ തങ്ങളും തയ്യാറാണ്, തങ്ങൾ ശിരൂരിലേക്ക് എത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ നിൽക്കാൻ പോലും അനുമതി കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നയം, ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്ന നയം. അത് മാറ്റി കിട്ടേണ്ടതുണ്ട്. സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്തണം. ഇപ്പോൾ പുഴയുടെ നീരൊഴുക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യമില്ല. മണ്ണിടിച്ചിൽ ഭീഷണി പ്രദേശത്ത് നിലനിൽക്കുന്നില്ല. വളരെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്.